ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത അന്വേഷിക്കും. അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ചുമതല വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്. അനധികൃത സ്വത്ത് സമ്പാദ്യവും കെട്ടിട നിർമ്മാണവും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നേക്കും. സസ്പെൻഷനിലായ SP സുജിത് ദാസിൻ്റെയും അന്വേഷണം നടക്കും. സംഘത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ ഉടൻ തീരുമാനിക്കും. PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിന് ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവുണ്ടായത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് ആണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡുവിന് മൃഗക്കൊഴുപ്പ് നെയ്യ് വിവാദം രൂക്ഷമാകുന്നു. ദിവസം തോറും 10,000-കണക്കിന് ഭക്തർ എത്തുന്ന തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡ്ഡുവിൻ്റെ രുചി നിർണ്ണയിക്കുന്നതിൽ ചേർക്കുന്ന നെയ്യിന് ഒരു വലിയ പങ്കുണ്ട്. എന്നാൽ ലഡ്ഡു നിർമ്മാണത്തിന് ചേർക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തിൽ വൻ വിവാദമാണ് ആന്ധ്രയിൽ നടക്കുന്നത്. കഴിഞ്ഞ സർക്കാർ നെയ്യ് ബ്രാൻഡ് മാറ്റുകയും പുതിയതായി അധികാരത്തിൽ വന്ന സർക്കാർ വീണ്ടും അത് മാറ്റി പഴയ നെയ്യ് ബ്രാൻഡുകാർക്ക് തന്നെ അനുവാദം കൊടുത്തിരിക്കുകയാണ്. തിരുപ്പതിയിൽ പ്രതിദിനം ഏകദേശം 3.5 ലക്ഷം ലഡ്ഡു ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഒരു ലഡ്ഡുവിന് 40 രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത്. ലഡ്ഡുകൾ തയ്യാറാക്കാൻ 750 കിലോ കാഷ്യൂ, 500 കിലോ കിസ്മിസ്, 200 കിലോ ഏലക്ക എന്നിവ ആവശ്യമാണ്. പ്രതിദിനം 400 മുതൽ 500 കിലോ വരെ നെയ്യ് വേണം. എന്നാൽ YSR പാർട്ടിയുടെ ഭരണത്തിൽ മത്സ്യ എണ്ണയും ബീഫ് കല്ലോയും കണ്ടെത്തിയെന്ന് ലാബ് റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് വിവാദം തുടങ്ങിവെച്ചതാണെന്നാണ് പറയുന്നത്. 7.5 കൊല്ലത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്ക്. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ല വിട്ട് പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു SIM മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 ആൾജാമ്യവും 1 ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കാനും സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 10ഓളം പ്രതികളാണ് ഉള്ളത്. 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. 1600ഓളം രേഖകൾ കൈമാറി. കേസിൽ വിധി 3 മാസത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജഡ്ജി ഹണി വർഗീസ് മുൻപാകെ സാക്ഷി വിസ്താര വാദവും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. പ്രതിഭാഗത്തിന് അന്തിമവാദം ഉന്നയിക്കാൻ ഈ മാസം 26 വരെ സമയമുണ്ടാകും. ഇത്തരം കൊടും കുറ്റവാളികൾക്ക് സുപ്രീം കോടതിയിൽ പോകാനും മറ്റും സാമ്പത്തിക ശേഷിയും സഹായവും ഉണ്ടാകുന്നതാണ് കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണമെന്ന് പൊതുജനങ്ങൾ പറയുന്നു. തൃശ്ശൂർ പൂരം കലക്കിയത് ആര്? മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം മറന്നുപോയി, അന്വേഷണം നടന്നില്ലെന്ന് പോലീസ്. സംഭവത്തെ പറ്റി അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണ്. എന്നാൽ അന്വേഷണം നടക്കുകയോ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് പരാതി. പോലീസ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളെല്ലാം ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് പോലീസ് നടപടികളെ തുടർന്ന് ഏപ്രിൽ 21 മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. മുഖ്യമന്ത്രി ഇത് ഗൗരവമായി കാണണമെന്ന് പറഞ്ഞതാണ്. സുനിൽ കുമാർ ആണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഒന്നും നടന്നിട്ടില്ലെന്ന് ജനങ്ങളും ആരോപിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മുഖ്യമന്ത്രി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മുഖ്യമന്ത്രി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാരിനില്ല. അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കാലതാമസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് TP രാമകൃഷ്ണൻ മറുപടി നൽകിയത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതിയും സർക്കാരിന് മുന്നിലുണ്ട്.
അതു സംബന്ധിച്ചും ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളും. പി ശശിക്കെതിരെ PV അൻവർ MLA പരാതി ഇടതുപക്ഷ മുന്നണിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും തൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പേജർ സ്ഫോടനത്തിന് പിന്നിലെ സാമ്പത്തിക ഇടപാടിൽ മലയാളി ബന്ധം അന്വേഷണം തുടങ്ങി. ഇസ്രയേൽ ചാരസംഘടന നടത്തിയ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളി ബന്ധമുള്ള കമ്പനിയിലേക്ക് നീളുന്നു. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോണിൻ്റെ കമ്പനിയെ കുറിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടക്കുന്നത്. നോർവേജിയൻ പൗരത്വമുള്ള റിൻസൺ ജോണിൻ്റെ നോർത്ത് ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നാണ് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പേജറുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ വയനാട് സ്വദേശിയായ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടു എന്നാണ് സംശയിക്കുന്നത്. വാർത്താ ഏജൻസിയായ വെയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 39-കാരനായ റിൻസനെ കാണാനില്ലെന്നും ആക്ഷേപമുണ്ട്.